ഹലോ ഓൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു കോമ്പറ്റീറ്റീവ് ലോകത്താണ്. എല്ലാ എക്സാംസിനും അത്രമേൽ കോമ്പറ്റീഷനാണ് നമുക്ക് ഇപ്പോൾ നേരിടേണ്ട ആവശ്യം വരുന്നത്. നീറ്റ് പോലത്തെ JEE പോലത്തെ എക്സാംസിന് എല്ലാം തന്നെ അത്രമേൽ കോമ്പറ്റീഷനാണ് ഉള്ളത്. പക്ഷേ ഈ കാണുന്ന എക്സാംസ് ക്വാളിഫൈ ചെയ്ത് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുന്ന മലയാളികൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവ് തന്നെയാണ്. വിച്ച് മീൻസ് എയിംസ് പോലത്തെ IIT പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ മലയാളികളുടെ എണ്ണം അത്രമേൽ കുറവാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, +2 ശേഷം മാത്രമാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് എഞ്ചിനീയർ ആവണം, എനിക്ക് കോച്ചിങ്ങിന് പോകണം. പക്ഷേ നമ്മുടെ അയൽ സംസ്ഥാനക്കാർ അല്ലെങ്കിൽ നമ്മളോടൊപ്പം തന്നെ കോമ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ അവരെന്താകണമെന്ന് തീരുമാനിച്ചതുകൊണ്ട് അവർക്ക് ആ ഒരു കോച്ചിങ്ങും ആ ഒരു എക്സ്പോഷറും എല്ലാം തന്നെ ലഭിക്കുന്നുണ്ട്. ആയതിനാൽ IITസിലും എയിംസിലും എല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും അധികം പേർ പഠിക്കുന്നത് മറ്റ് സംസ്ഥാനക്കാരാണ്. അതായത് ഈ കാണുന്ന 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും എല്ലാം തന്നെ കോച്ചിങ് ആരംഭിക്കുന്ന വിദ്യാർത്ഥികൾ. ഈ ഒരു സാഹചര്യം നമ്മൾക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. മലയാളികൾക്ക് IITയിലും എയിംസിലും എല്ലാം എത്തിച്ചേരേണ്ടതുണ്ട്. ആയതിനാൽ Xylem നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു Xylem ജൂനിയർ നെസ്റ്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ. Xylem ജൂനിയർ നെസ്റ്റ് വഴി നമ്മൾ 1 കോടി സ്കോളർഷിപ്പാണ് നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും തന്നെ നൽകുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ Xylem ജൂനിയർ നെസ്റ്റ് എക്സാമിനേഷനെ പറ്റി പരിശോധിക്കാം. നിങ്ങളിപ്പോൾ 7ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ എക്സാമിനേഷൻ്റെ സിലബസ് എന്ന് പറയുന്നത് 6ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച NCERT ബുക്കാണ്. നിങ്ങളിപ്പോൾ പ്രവേശിക്കാൻ വേണ്ടി പോകുന്ന ക്ലാസ് 10ാം ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ച NCERT ബുക്കാണ് Xylem ജൂനിയർ നെസ്റ്റ് എക്സാമിനേഷൻ്റെ സിലബസ്. അതായത് നിങ്ങൾ പ്രവേശിക്കാൻ വേണ്ടി പോകുന്ന ക്ലാസ് അതിന് തൊട്ടു മുമ്പത്തെ NCERT ബുക്കായിരിക്കും നമ്മളുടെ എക്സാമിനേഷൻ സിലബസ് ആയിട്ട് ഉണ്ടാവുക. അടുത്തതായി എക്സാമിനേഷൻ പാറ്റേൺ പരിശോധിക്കാം. 2 വിഷയങ്ങളാണ് നമ്മൾ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് സയൻസ്, മറ്റൊന്ന് മാത്സ്. സയൻസിനകത്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കയറി വരുന്നുണ്ട്, ആൻഡ് മാത്തമാറ്റിക്സ്. ഓരോ നമുക്ക് 25 ക്വസ്റ്റ്യൻസ് വെച്ച് മൊത്തം 100 ക്വസ്റ്റ്യൻ്റെ പരീക്ഷയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വെച്ച് മൊത്തം പരീക്ഷ 400 മാർക്കിൽ, ആൻഡ് ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂർ. നിങ്ങൾക്കൊരു പക്ഷേ പരിചയമില്ലാത്തൊരു പാറ്റേൺ ആയിരിക്കും Xylem ജൂനിയർ നെക്സ്റ്റ് എക്സാമിൻ്റെ പാറ്റേൺ. മറ്റൊന്നുമല്ല, ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആയിരിക്കും. എന്താണ് ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ എന്ന് വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ആ കാണുന്ന ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ഉണ്ടാകും. 4 ഓപ്ഷൻസിൽ നിന്ന് ഒരു ഉത്തരം മാത്രമായിരിക്കും ശരിയുണ്ടാവുക. ആ കാണുന്ന ശരി ഉത്തരം നിങ്ങൾ തിരഞ്ഞെടുക്കണം. അതാണ് ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ. ഇത്തരത്തിലുള്ള പരീക്ഷ നിങ്ങൾ ഇത്ര കാലം എഴുതി കാണില്ല, ആദ്യമായിട്ടായിരിക്കും എഴുതുന്നുണ്ടാവുക. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, മറ്റൊന്നുമല്ല നെഗറ്റീവ് മാർക്കിംഗ്. നിങ്ങൾ ഒരു ചോദ്യം വിടുകയാണെങ്കിൽ അതിന് 0 മാർക്കായിരിക്കും. ഒരു ചോദ്യം ശരിയാക്കുകയാണെങ്കിൽ 4 മാർക്കും, ഒരു ചോദ്യം തെറ്റിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് 1 മാർക്ക് ലഭിക്കും. ഒന്നും കൂടി ഈ ഒരു കേസ് നമുക്ക് പരിശോധിക്കാം. നിങ്ങളിപ്പോൾ ഒരു 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. അതിലെ 2 എണ്ണം ശരി, 1 എണ്ണം തെറ്റ്, അങ്ങനെ കരുതാം. 2 എണ്ണം ശരിയാകുമ്പോൾ നിങ്ങൾക്ക് 8 മാർക്ക് ലഭിച്ചു. 4 + 4 8. 1 എണ്ണം തെറ്റിയതുകൊണ്ട് നിങ്ങൾക്ക് 1 മാർക്ക് നമ്മൾ കുറയ്ക്കണം, അതായത് -1 ചെയ്യണം. സോ 8 - 1 7 മാർക്കായിരിക്കും നിങ്ങൾക്ക് മൊത്തമായിട്ട് ലഭിക്കുക. ഇത്തരത്തിലാണ് Xylem ജൂനിയർ നെക്സ്റ്റ് എക്സാമിനേഷൻ്റെ പാറ്റേൺ നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇത്തരത്തിലൊരു പാറ്റേണിലേക്ക് വരാൻ കാരണം മറ്റൊന്നുമല്ല, ഭാവിയിൽ നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്ന എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനും ഇത്തരത്തിൽ തന്നെ ആയിരിക്കും. നീറ്റ് ആയിക്കോട്ടെ, JEE ആയിക്കോട്ടെ, NDA എക്സാമിനേഷൻ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, എല്ലാ എക്സാമിനേഷനും ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആയിരിക്കും. PSC ഉൾപ്പെടെ ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ ഇത്തരത്തിലേക്ക് മാറുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് തന്നെ ഭാവിയിൽ വരുന്ന എല്ലാ എക്സാമിനേഷനും ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കേണ്ടതായിരിക്കും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, 100 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. 100 ചോദ്യങ്ങളും ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക. എക്സാമിനേഷൻ വരാൻ വേണ്ടി പോകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന മെയ് 26-ാം തീയതിയാണ്. ആൻഡ് എഴുതാൻ വേണ്ടി സാധിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പ്രവേശിക്കുന്നതും അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലേക്കും പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്. ഈ എക്സാമിൽ ഉന്നത വിജയം കൈവരിക്കുന്ന എല്ലാവർക്കും തന്നെ നീറ്റ്, JEE, ഒളിമ്പ്യാഡ്, NDA മുതലായിട്ടുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കും Xylemത്തിൻ്റെ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ. സോ എല്ലാ മക്കളും ഇപ്പോൾ തന്നെ ഈ കാണുന്ന വീഡിയോൻ്റെ താഴെയുള്ള ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യൂ. Xylem ജൂനിയർ നെക്സ്റ്റ് എക്സാം എഴുതൂ. ഒന്നിച്ച് പഠിക്കാൻ നമുക്ക് ഭാവിയിൽ വരുന്ന എല്ലാ എക്സാംസും ഒന്നിച്ച് തന്നെ ക്രാക്ക് ചെയ്യാം. എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്.